മുൻമന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ സുഹൃത്തുക്കളുടെ വീടുകളിൽ ഇ ഡി റെയ്ഡ്. ഇന്ന് രാവിലെ ഇ ഡി 8 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. കോഴിക്കോട് ടൗണിൽ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ 4 പേരുടെ വീടുകളിലും ടൗണിന് പുറത്ത് 4 സ്ഥലങ്ങളിലുമാണ് റെയ്ഡ് നടന്നത്. ഇ ഡിയുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഈ റെയ്ഡ് തുടങ്ങിയത്. 8 സ്ഥലങ്ങളിൽ സൈമുൾട്ടേനിയസ് ആയിട്ട് റെയ്ഡ് നടക്കുകയാണ്. ഇതിന് ലോക്കൽ പോലീസിൻ്റെ സഹായമോ അവരുടെ പ്രൊട്ടക്ഷനോ ഒന്നും ഇ ഡി ചോദിച്ചില്ല. രാവിലെ 6 മണിക്ക് റെയ്ഡ് തുടങ്ങിക്കഴിഞ്ഞു. CRPക്കാരാണ് അവർക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇ ഡി പോയ ഒരു സ്ഥലം DYFI ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ നിഖിലിൻ്റെ കോട്ടുളിയിലെ വീട്ടിലാണ്. അതുകൂടാതെ റിയാസിൻ്റെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച അതിൻ്റെ കൂടെ നിന്ന അതിൻ്റെ എല്ലാമായിരുന്ന നന്ദുലാൽ എന്ന ഒരാളുടെ വീടും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരുമാണ് റിയാസിൻ്റെ ഏറ്റവും അടുത്തയാൾ. മന്ത്രിയായിരുന്നപ്പോഴും രാഷ്ട്രീയ ചരിത്രത്തിലുമൊക്കെ നന്ദുലാലും നിഖിലുമാണ് ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്നത്. റിയാസിൻ്റെ ഭാര്യ വീണ ടിയുടെ ലേക്കർ എന്നൊരു സ്ഥാപനം കോഴിക്കോടുണ്ട്. അവിടെയും അത് നോക്കിക്കൊണ്ടിരുന്നത് നിഖിൽ ആണ് എന്നാണ് മനസ്സിലാകുന്നത്. ഫണ്ട് അങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് വരുന്നത്. ഇവിടെ വീണ ടിയുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടെ നമുക്കറിയാം 2,26,00,000 രൂപയോളം വീണയുടെ എക്സാലോജിലേക്ക് കരിമണൽ കർത്തയുടെ സ്ഥാപനം അയച്ചു കൊടുത്ത പണം അത് എങ്ങോട്ട് പോയി എന്ന് പലരും പല സംശയങ്ങളും അന്നത്തെ ആ സംഭവം നടന്നു കഴിഞ്ഞ വാർത്തയായപ്പം അത് പാർട്ടി ഫണ്ടിലേക്ക് പോയി എന്നും മറ്റുമൊക്കെ കഥകൾ ഒത്തിരി വന്നെങ്കിലും ആ പണം പോയ സ്ഥലങ്ങൾ ഇ ഡിയുടെ ശ്രദ്ധയിൽ വന്നു. അങ്ങനെയാണ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയി എന്ന്. അങ്ങനെ കോഴിക്കോട് സിറ്റിയിലും കോഴിക്കോട് റൂറലിലുമായിട്ട് 8 സ്ഥലങ്ങളിലാണ് രാവിലെ 6 മണി മുതൽ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിൻ്റെ ബിനാമിയായി അറിയപ്പെട്ടിരുന്ന നന്ദുലാൽ എന്ന വ്യക്തിയുടെ വീട്ടിലും 6 മണിക്ക് റെയ്ഡ് തുടങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് റിയാസിൻ്റെ കൂട്ടാളികളുടെ വീടുകളാണ് 8 വസതികൾ, 8 സ്ഥാപനങ്ങൾ. അവിടെയാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എക്സാലോജിക്കിൻ്റെ പണം മുഹമ്മദ് റിയാസിൻ്റെ കൂട്ടുകാരിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ആ പണം എങ്ങനെ അവിടെ ചെന്നു, എന്തിന് അയച്ചു കൊടുത്തു, ആര് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു, എന്തിനാണ് ഇവർക്ക് ലഭിച്ച പണം ഈ DYFIയുടെ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പോയത്. അതിൻ്റെ ബിസിനസ് സ്ഥാപനമായ എക്സാലോജിക്കിൻ്റെ 1-2 യൂണിറ്റിലേക്കും പണം പോയെന്ന് പറയുന്നു. മാസപ്പടി കേസ് ഉണ്ടായ സമയത്ത് മുഹമ്മദ് റിയാസ് പ്രതികരണം നടത്തിയിരുന്നില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അതിനകത്ത് പങ്കൊന്നുമില്ല, ഭാര്യയ്ക്ക് വന്ന പണമാണ് എന്നുള്ള രീതിയിലുള്ള ആയിട്ടാണ് പൊതുവേ പത്രങ്ങളും സോഷ്യൽ മീഡിയകളും ഒക്കെ ഗണിച്ചിരുന്നത്. പക്ഷേ അതല്ല അതിൻ്റെ സത്യമെന്ന് ഇപ്പോഴത്തെ റെയ്ഡിൽ നിന്നാണ് മനസ്സിലാകുന്നത്. ആ പണം മുഹമ്മദ് റിയാസിൻ്റെ കെയർ ഓഫിലാണ് പണം പോയിരിക്കുന്നത്. അത് മുഹമ്മദ് റിയാസിൻ്റെ ഏറ്റവും അടുപ്പക്കാരായ അദ്ദേഹത്തിൻ്റെ ഇലക്ഷന് ചുക്കാൻ പിടിച്ച ആളുടെ അക്കൗണ്ടിൽ, അതുപോലെ അവരുടെ ചില ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത DYFI പ്രവർത്തകരിലെ അക്കൗണ്ടിലേക്കൊക്കെ പണം പോയിരിക്കുന്നതായിട്ട് ഏതായാലും കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവിടെ റെയ്ഡ് നടക്കുന്നത്. ഈ പണം എന്തിനുപയോഗിച്ചു, അവരുടെ അക്കൗണ്ടിൽ വന്നിട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് കാര്യം അവരെ ചോദ്യം ചെയ്യുമ്പോഴും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് കൂടുതൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും നിഖിലിൻ്റെ കോട്ടുപള്ളിയിലുള്ള വീട്ടിലും അതുപോലെ തന്നെ നന്ദുവിൻ്റെ വീടുകളിലും അവരുടെ കുടുംബ വീടുകളിലും റെയ്ഡ് നടത്തിയതായിട്ടാണ് മനസ്സിലാകുന്നത്. മുഹമ്മദ് റിയാസ് ടൂറിസത്തിൻ്റെ അഡീഷണൽ ചാർജ് കൂടി വന്നപ്പോഴാണ്
ഈ വ്യക്തികളെല്ലാം കൂടുതൽ സജീവമായും കൂടുതൽ ബിസിനസ്സിലേക്ക് വന്നതും കൂടെ ഒരു വാർത്തയുണ്ട്. അതുകൊണ്ടാണ് 8 സ്ഥലങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതും അവരെല്ലാ സ്ഥലങ്ങളിലും EDയുടെ നേതൃത്വത്തിലെ പോലീസ് പ്രൊട്ടക്ഷനോടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി എന്തായാലും മുഹമ്മദ് റിയാസിനെ അവർ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും. അതുപോലെ നിഖിലും നന്ദുവിനെയൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടി വരും. അവരുടെ ഓഫീസുകളിലും അതുപോലെ ഇവരുടെ കുടുംബ വീടുകളിലൊക്കെ റെയ്ഡ് വ്യാപിപ്പിച്ചിട്ടുണ്ട്. 8 സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു. അടുത്ത ദിവസങ്ങളിലെ ഈ റെയ്ഡിൻ്റെ റിസൾട്ടിനെ പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുള്ളൂ.